ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കാൻ പാകത്തിന് 9.99 ലക്ഷത്തിൽ MG കൊണ്ടുവന്നിരിക്കുന്ന പുതിയ വാഹനമാണ് നമ്മളോടൊപ്പം ഈ സൈഡിൽ കിടക്കുന്ന വാഹനം. MGയുടെ വിൻസർ EV എന്ന വാഹനം. ഇന്തോനേഷ്യയിലെ ക്ലൗഡ് EV എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനത്തിനെയാണ് MG ഇപ്പോൾ ഇവിടെ വിൻസർ EV എന്നുള്ളൊരു പേരിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് തന്നെ നടക്കാം. ഒരു എയ്റോപ്ലെയിൻ്റെ ഡിസൈൻ പോലെ തന്നെ ഇതിൻ്റെ ഒരു ലോഞ്ചിങ് സമയത്ത് ഇവർ ആദ്യം കാണിച്ചതാണ് കേട്ടോ. ഒരു എയ്റോപ്ലെയിൻ്റെ ഉള്ളിലിരുന്ന് സൺസെറ്റ് കാണുന്നതും അതേപോലെ തന്നെ രാത്രി ആസ്വദിക്കുന്നതുമൊക്കെ. എയ്റോപ്ലെയിൻ്റെ ഉള്ളിൽ നമുക്കറിയാമല്ലോ, തീർച്ചയായിട്ടും ലക്ഷറി ആയിട്ട് തന്നെയാണ് ഈ വിമാനത്തിൻ്റെ ഉൾഭാഗം കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴും അതേ ഒരു ഫീൽ ആണ് എന്നാണ് MG പറയുന്നത്. ഇതിൻ്റെ ഒരു ഡിസൈനും അങ്ങനെ തന്നെയാണ് കേട്ടോ. വിമാനത്തിൻ്റെയൊക്കെ മുൻഭാഗം പോലെ ആ ഒരു എയറോഡൈനാമിക്സ് കൃത്യമായിട്ടും കിട്ടുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് MG ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു DRLs ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു ഭാഗത്ത് തന്നെ നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ഹെഡ് ലാമ്പ് വരുന്നത്. ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഡിസൈൻ നോക്കി എന്ത് ഭംഗിയുള്ള ഉരുട്ടി നൽകിയിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇവിടെ ഇവർ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ വീഡിയോസ് എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല, എങ്കിലും പറ്റുന്ന രീതിയിൽ ഞാൻ ഈ വാഹനം മുഴുവനായിട്ട് നിങ്ങളിലേക്ക് കാണിക്കാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ ഡ്രൈവ് വരുന്നുണ്ട്. ഡ്രൈവ് വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഈ വാഹനത്തെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഇല്ലുമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ലോഗോ MG ഇവിടെ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ആ ഒരു DRL വരുന്നത് നോക്കി എന്ത് ഭംഗിയായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു DRL അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് മോറിസ് ഗ്യാരേജ് എന്നുള്ള ഒരു ബാഡ്ജിങ് ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 360 ക്യാമറ അവിടെയായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ ഒരു 360 ക്യാമറയും. അതേപോലെ തന്നെ ഫ്രണ്ടിൽ അഡാസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അഡാസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിസൈൻ പോലെ തന്നെ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഉള്ളിലുള്ള ഡിസൈൻസ് കാര്യങ്ങളും അല്ലെ ഫീച്ചേഴ്സും എന്തൊക്കെയാണെന്നുള്ളതിനും ഉള്ളിലേക്ക് കയറി നമുക്ക് നോക്കാം. ഇവിടെയായിട്ടാണ് മോട്ടോഴ്സും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വളരെ ചെറിയ ഒരു ബോണറ്റാണ്, വുഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാഹനത്തിന്. എന്നാലും കാണാൻ നല്ല രസമുണ്ട്. ഈ ഒരു കാര്യം വളരെ ക്യൂട്ടായിട്ട് തന്നെയാണ്. അതേപോലെ തന്നെ വലിയൊരു വിൻഷീൽഡ് ഏരിയയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് കേട്ടോ. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഈ ഒരു ഫെൻഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ആ ഒരു ചാർജിങ് യൂണിറ്റിൻ്റെ ഇവിടെയായിട്ട് ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇനി അലോയ് വീലിൻ്റെ കാര്യം പറയാം. 18 ഇഞ്ചായിട്ട് വരുന്ന റിബ് ഡയമണ്ട് കട്ടായിട്ടുള്ള അലോയ് വീൽസാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് മോറിസ് ഗ്യാരേജ് എന്നുള്ള ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ക്ലാഡിങ്ങിൽ കൊടുത്തിരിക്കുന്നതാണ് പറ്റും. പിന്നെ ക്ലാഡിങ്ങിലൊക്കെ ക്രോമിയത്തിൻ്റെ എലമെൻസുകൾ ഈ ഭാഗത്തൊക്കെ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫ്ലഷ് ഡോറുകളാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇനി ORVMലേക്ക് വരികയാണെങ്കിൽ ഇവിടെയായിട്ട് ആ ഒരു 360 ക്യാമറ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഈ ഒരു ഭാഗത്ത് ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ റൂഫ് റെയിലിൻ്റെ ഡിസൈൻ നോക്കിയാൽ അതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് റൂഫ് റെയിലിന് അവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡോർ ക്ലാഡിങ്ങിൻ്റെ ആ ഡിസൈൻ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഡയമണ്ട് കട്ടായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെയും ഈ ഒരു ഭാഗത്തായിട്ട് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്ക് സൈഡിലേക്ക് നമുക്ക് വരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ്. കാരണം ഇത്രയും ഇൻഫ്ലുവൻസേഴ്സും അതേപോലെ ഫുൾ മീഡിയാസും ഇവിടെ വാഹനത്തിൻ്റെ ഫുൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ സൈഡിലുള്ള ലുക്ക് നോക്കിയാൽ നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ള ലുക്ക് തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു സ്പോയിലർ നമുക്കിവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. റിയർ വൈപ്പേഴ്സ് എന്തായാലും വരുന്നില്ല. ഇവിടെ വരുന്നത് D4 മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ നോക്കി നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ടെയിൽ ലാമ്പിനെ ഇവരിവിടെ നൽകിയിരിക്കുന്നത്. അതും കണക്റ്റഡ് ആയിട്ടുള്ള LED ലൈറ്റുകൾ വെച്ചുകൊണ്ടാണ് ആ ഒരു ടെയിൽ ലാമ്പിനെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. MGയുടെ ഒട്ടുമിക്ക എല്ലാ വാഹനത്തിനകത്തും അവരുടെ പിന്നിലായിട്ട് ആ വാഹനത്തിൻ്റെ മോഡൽ വലിയ ഫോണ്ടിൽ ഇവിടെ എഴുതി കാണിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ വലിയ ഫോണ്ടിൽ തന്നെയാണ് വിൻസർ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് MGയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ EVയുടെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയായിട്ട് സെൻസേഴ്സും മറ്റു കാര്യങ്ങളുമെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് താഴെയായിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്ന ആ സ്ക്രിപ്റ്റ് ലൈറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. വശങ്ങളിൽ നോക്കുമ്പോഴും മുന്നിൽ നോക്കുമ്പോഴും പിന്നിൽ നോക്കുമ്പോഴും ഈ ഒരു വാഹനം. നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഒന്ന് തുറന്ന് കാണണം കേട്ടോ. ഇലക്ട്രിക് ആയിട്ടുള്ള ബൂട്ടൊന്നും അല്ല, നോർമൽ ആയിട്ടുള്ള ഒരു ബൂട്ട് തന്നെ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ പാർസൽ ഡ്രൈവ് മറ്റു സാധനങ്ങളൊന്നും നമ്മൾ കാണാനില്ല. ഇവിടെയായിട്ട് നമുക്കൊരു LED ലൈറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ അടിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ഇതിൻ്റെ സബ് വൂഫർ വരുന്നത് കേട്ടോ. സബ് വൂഫറിൻ്റെ സൈഡിൽ സ്ഥലമുണ്ട് ആവശ്യത്തിന്.
നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ കൊണ്ടോ വെക്കാം. പക്ഷേ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സബ് വൂഫറിൻ്റെ പെർഫോമൻസിനെ ചിലപ്പോൾ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ബൂട്ട് സ്പേസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് LED ലൈറ്റുകൾ കൊടുത്തേക്കുന്നതാണ് നമ്മുടെ ആ ഒരു നമ്പർ പ്ലേറ്റിന് വേണ്ടിയിട്ട്, അത് അവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പുറകിലത്തെ ആ ഒരു ലുക്കൊക്കെ ഓവറോൾ കിടിലമാണ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറിയുള്ള കാഴ്ചകളൊന്ന് കണ്ടു നോക്കിയാലോ. ഒരുപാട് നേരം നമ്മൾ കാത്തു നിന്നിട്ടാണ് നമുക്ക് ഒന്ന് ഉള്ളിലേക്ക് കയറാൻ പറ്റിയത്. എന്തായാലും എൻ്റെ പൊന്നടി ഈ ഡിസൈനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ ഒരു ഡോർ ഹാൻഡിൽ നമ്മൾ പിടിച്ചടയ്ക്കുന്ന ഈ ഒരു ഭാഗമൊക്കെ, ഈ ഒരു ഡിസൈൻ നോക്കിയാൽ നല്ല രസമുണ്ട്. പിന്നെ സ്പീക്കേഴ്സ്, അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ആ പവർ വിൻഡോ സ്വിച്ചസും ആ ഒരു ലോക്കിങ്ങിൻ്റെ ആ സ്വിച്ചുകളൊക്കെ കൊടുത്തേക്കുന്നതാണ് നല്ല ക്യൂട്ടായിട്ട് തന്നെ കൊടുത്തേക്കുന്നത്. നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇവർ പറഞ്ഞ പോലെ തന്നെ വിമാനത്തിനുള്ളിൽ കയറുന്ന ഒരു ഡിസൈനൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ആ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകൾ നമുക്ക് 6 വേ ആണ്. അതെ, 6 വേ ആണോ? അതെ. അപ്പോൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് നമുക്ക് വരാം. സ്റ്റിയറിങ്ങിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഭാഗം നോക്കിയാൽ നമ്മുടെ കോമറ്റ് എവിടേക്കോ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. കോമറ്റ് എന്ന് നമ്മൾ കണ്ട ആ റൗണ്ട് ഷേപ്പ്, പക്ഷേ കോമറ്റിൻ്റെ ഐപാഡിന് അല്ലെങ്കിൽ ഐപോഡിലെ സ്വിച്ചുകളായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ അതിനോട് സാമ്യമുള്ള ഏകദേശം സ്വിച്ചുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ ക്യൂട്ടായിട്ട് തന്നെ ഈ ഒരു ഭാഗമൊക്കെ റൗണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ബോട്ടമായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പിന്നെ ഇവിടെയായിട്ടൊരു വുഡ് ഫിനിഷ് വരുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടൊരു കപ്പ് ഹോൾഡർ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാനായിട്ട് പറ്റും. ഇവിടെയായിട്ട് AC വെൻസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ഇവിടെയായിട്ട് ആ ഒരു ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ നമ്മൾ കണ്ടു. ഇനി 8 ഇഞ്ച് വരുന്ന ഒരു എന്താ പറയുക ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ. സാധാരണ രീതിയിൽ ഇങ്ങനെ മൂടി പുറച്ചൊക്കെ വരുന്ന ഭാഗത്ത് ഇവിടെ ജസ്റ്റ് ഒരു സ്ക്രീൻ മാത്രമേ ഉള്ളൂ. അത് കാണാനായിട്ട് നല്ല രസമുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു സെൻട്രൽ കൺസോളിലോട്ട് വന്നു കഴിഞ്ഞാൽ കൊള്ളാം കേട്ടോ. മൊത്തത്തിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് വയർലെസ് ആയിട്ടുള്ള ചാർജിങ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സ്പേസ് നോക്കിയേ, കുറേ സ്പേസ് നമുക്കുണ്ട്. ഇതാ ഒരു സ്പേസ് ഓർഗനൈസറാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നമുക്ക് എങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. പിന്നെ എൻ്റെ ദൈവമേ, ഈ ഒരു മ്യൂസിക് ഒരു ഇത് നോക്കിയാൽ ആ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റം നോക്കി വളരെ ചെറുത്. ഇവിടെ നോക്കി 15 ഇഞ്ച് വരുന്ന വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് താഴെയായിട്ട് AC-യുടെ സ്വിച്ചുകളൊക്കെ ഫ്ലൈറ്റിൽ നമ്മൾ കാണുന്ന പോലെ ആ ഒരു ഡിസൈനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ AC-യുടെ സ്വിച്ചുകളും മറ്റ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഇവിടെ വരുന്നത്. ഈ വാഹനത്തിന് 3 വേരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ വേരിയൻറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ അർഗയിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഈ ഒരു സീറ്റ് നോക്കിയാൽ അവിടെ ഡിസൈൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കേട്ടോ. നല്ല വലിയ കുഷ്യനകത്തൊക്കെ ഇരിക്കുന്ന മാതിരിയുള്ളൊരു ഫീല് നമുക്കുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റോറേജ് സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് കപ്പ് ഹോൾഡർ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് കേട്ടോ. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്കൊരു സെക്കൻഡ് കാറായിട്ടൊക്കെ ഈ ഒരു വാഹനം സെലക്ട് ചെയ്യാമെന്ന് തോന്നും. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ചുമൊക്കെ അത്രയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വേണമെങ്കിൽ അല്ല ആ ഒരു വിഭാഗത്തിലേക്ക് ആ ഒരു കാര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഇത് കൊടുത്തേക്കുന്നുണ്ടോ സൺറൂഫ് അല്ല മൂൺ റൂഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ത് വലിയതാണ് നോക്കിയാൽ ആ റൂഫ്. ഇത് സത്യം പറഞ്ഞാൽ ഓപ്പൺ ആക്കാൻ നമുക്ക് പറ്റില്ല, ഇത്ര മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു വിമാനത്തിലിരിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ. അതുമാത്രമല്ല ഇവർ പറഞ്ഞത് ഇപ്പോൾ ഒരു സന്ധ്യ സമയത്തൊക്കെ പോയി നമുക്ക് എല്ലായിടത്തും വിസിബിലിറ്റിയാണ്. ഈ ഒരു വിൻഷീൽഡിൻ്റെ വിസിബിലിറ്റിയുടെ കാര്യം ഞാൻ നേരത്തെ ഫ്രണ്ടിൽ നിന്നപ്പോൾ പറഞ്ഞു എന്ന് തോന്നുന്നു. നല്ല വിസിബിലിറ്റി തരുന്ന തരത്തിലുള്ള ഒരു വിൻഷീൽഡ് അങ്ങ് താഴെ വരെ എത്തി നിൽക്കുന്ന ഒരു വിൻഷീൽഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പ്രൈസും അത്രയേ ഉള്ളൂ. കാരണം 9.99 ലക്ഷത്തിൽ നിന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ വില തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യങ്ങളെ കറക്റ്റ് ആ ഒരു പ്രൈസിനുള്ള വർത്താണ് ഈ ഒരു വാഹനം എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ആദ്യ കാഴ്ചയിൽ തോന്നുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ വാഹനം ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള റിയലായിട്ടൊന്ന് എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ മാത്രം ഇത്രയും കണ്ടുകൊണ്ടാണ്. ഇനി അല്ലാതെ ഈ വാഹനം കാണുമ്പോൾ കൃത്യമായിട്ടും എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നോക്കി കഴിഞ്ഞാൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള IRVM ആണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇതൊക്കെ നോക്കി സ്വിച്ചുകളൊക്കെ കൊള്ളാമല്ലേ. കൊള്ളാം. ഇനി ഇവിടെ വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. വാനിറ്റി മിററിൻ്റെ LED ലൈറ്റ് നോക്കിയേ, നല്ല രസമുണ്ടല്ലേ. യെസ്, നൈസ്. ഇവിടെ വാനിറ്റി മിറർ ഉണ്ടോ? ഇവിടെയും കൊടുത്തിട്ടുണ്ട് വാനിറ്റി മിറർ. ഡ്രൈവർ സൈഡിലും ഉണ്ട്, കോ ഡ്രൈവർ സൈഡിലും വാനിറ്റി മിറർ ഈ ഒരു വിൻഷീൽഡിൻ്റെ ഇവിടെ ഈ ഒരു സൺറൈസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കാം, നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓവറോൾ എനിക്കൊന്ന് ഇതേ ഇൻറ്റീരിയർ ആണോ എന്ന് അറിയത്തില്ല. വൈറ്റ് കളർ വണ്ടിയിലും ആയിരിക്കണം, വ്യത്യാസമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും ഈ ഒരു ഡിസൈനൊക്കെ മൊത്തത്തിൽ ഈ ഒരു ഭാഗം കൊള്ളാം. നമുക്കിനി പിന്നിലേക്ക് ഇരുന്ന് നോക്കിയാലോ. പിന്നിലേക്ക് വരുമ്പോൾ എന്തോരം സ്പേസാണ്. പിന്നെ ഈ സീറ്റ് ഇത്രയെങ്കിലും റിക്ലൈൻ ചെയ്യാം കേട്ടോ. 10 എങ്കിലും റിക്ലൈൻ ചെയ്യാൻ പറ്റും. അത് ഈ ഒരു വാഹനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ കിടന്നു പോകാൻ പറ്റും ലക്ഷറി ആയിട്ട് തന്നെ കേട്ടോ. അത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. ഇതെന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഇവിടെ ആംബ്രസ്റ്റ് ഉണ്ട്. ഇതും നമുക്ക് വേണമെങ്കിൽ
ഉണ്ടോ, അത് ഫുള്ള് നമുക്ക് ചരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ലക്ഷറി ആയിട്ട് തന്നെ ഇരുന്ന് പോകാൻ പറ്റും, കിടന്ന് പോകാൻ പറ്റും കേട്ടോ. ഇനി വേറെ കാര്യം, ഇവിടെ നിന്ന് ഇവിടെ നിന്നിട്ട് ഇതൊന്ന് കണ്ടു നോക്കിയേ. ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ കിടന്ന് കാണുന്ന സമയത്ത് നോക്കി ആ ഒരു മൂൺ റൂഫൊക്കെ എന്ത് രസമാണ്, ഫുള്ള് വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിടന്നു പോകുമ്പോൾ നല്ല രസമായിരിക്കും, ആകാശമൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോകാനായിട്ട് പറ്റും. അപ്പോൾ അതിലെന്തായാലും കൊള്ളാം. ഇനി നമുക്ക് നോർമൽ പറയേണ്ട കാര്യം നമുക്ക് നോക്കാം. ലെഗ് റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെഗ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് മാഗസീൻ വെക്കാനൊരു ഹോൾഡർ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് റിയർ AC വെൻറ്റ്, ഇവിടെയായിട്ട് റിയർ AC വെൻറ്റ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഈസി ആയിട്ട് നമുക്ക് മൂന്നാമതൊരാൾ കൂടി ഇരിക്കാം. അതായത് ഇവിടെ സെൻറ്ററിൽ പ്രശ്നമൊന്നും, അതായത് സെൻറ്ററിൽ ഈ ഒരു സാധാരണഗതിയിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് മൂന്നാമതൊരാൾക്കും ബുദ്ധിമുട്ട് വരാം. പക്ഷേ 3 പേർക്ക് വേണമെങ്കിൽ ഇരിക്കാം. സെൻറ്ററിൽ ഫ്ലാറ്റായിട്ടുള്ള ആ ഒരു സർഫേസ് ആയതുകൊണ്ട് തന്നെ അതിന് നമുക്ക് പ്രശ്നം വരുന്നില്ല. പിന്നെ തൈ സപ്പോർട്ട് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു തൈ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് മറ്റ് സെറ്റപ്പൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ സാധനം പിൻ സീറ്റിലും റൈഡിങ് ക്വാളിറ്റി സൂപ്പറായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഡോറ് തുറക്കുന്നത് കണ്ടോ, ഈ സാധനം കാണിച്ചു കണ്ടോ, ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് തുറക്കുന്നത്. അത് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. നമ്മളിതുവരെ മറ്റു വാഹനങ്ങളിലൊന്നും ഇത്രയും ഈ ഒരു ഡിസൈൻ കണ്ടില്ല. ബാക്കിയെല്ലാം ചെറിയ ആ ഒരു ഡോറ് തുറക്കുന്ന ഹാൻഡിലുകളാണ്, അതെന്തായാലും കൊള്ളാം. പിന്നെ സ്പീക്കേഴ്സ്, ഇപ്പോൾ ഏകദേശം 9ഓളം സ്പീക്കേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്തുള്ളത്. അതും ഇൻഫിനിറ്റിയുടെ സ്പീക്കേഴ്സാണ് മൊത്തം വരുന്നത്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ജിയോ ആയിട്ട് ചേർന്നിട്ടാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തേക്കും. സത്യം പറഞ്ഞാൽ ഇതിപ്പം ഓണാക്കി കാണിക്കാൻ നമ്മൾക്ക് പറ്റില്ല. ഓണാക്കി കാണിക്കാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചേനെ. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ വീടിനെ കാറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവർ കൊടുത്തേക്കുന്നത്. OTT പ്ലാറ്റ്ഫോംസിലുള്ള, അതായത് പ്ലാറ്റ്ഫോം ആപ്പുകളെല്ലാം നമുക്ക് ഇതിനകത്തും കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കുറേ ഫെസിലിറ്റീസും കാര്യങ്ങളുമൊക്കെ ഈ ഒരു വാഹനത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ്ങിനകത്തും കുറച്ച് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതെന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വാഹനത്തിൻ്റെ പ്രൈസിങ്ങിനകത്തൊരു ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ 9.99 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് വരുന്നത്. പിന്നെ ഈ വാഹനം അതിന് 2 EMI എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഈ വാഹനം വാങ്ങിക്കുന്നതിൻ്റെ പ്രൈസാണ് ഈ പറഞ്ഞ 9.99 ലക്ഷം രൂപ. അത് കഴിഞ്ഞ് ഓരോ കിലോമീറ്ററിനും 3.5 രൂപ വെച്ച് നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ പോലെ കമ്പനിക്ക് അടക്കണം. അപ്പോൾ 2 EMI എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾ ഈ വാഹനം 1 ലക്ഷം കിലോമീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 3.5 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ കൊടുക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 13.5 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന്. ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ആ 1 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഉപയോഗിക്കുന്നതിനനുസരിച്ചുള്ള സബ്സ്ക്രിപ്ഷൻ ചാർജ് ഇവർ ലൈഫ് ടൈം വാറണ്ടി തരുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാനോട് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ വാഹനം ലാഭമാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ആദ്യമായിട്ടൊരു EV വാങ്ങിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ MGയുടെ വിൻസർ EV വാങ്ങിക്കുമ്പോൾ കുറേയേറെ പ്രത്യേകതകൾ നിങ്ങൾക്കുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ 3 വർഷം ഈ വാഹനത്തിന് വാറണ്ടി കിട്ടുന്നുണ്ട്. അതും അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സാണ് അവർ വാറണ്ടി കൊടുക്കുന്നത്. ഇത് മാത്രമല്ല 3 വർഷത്തേക്ക് 24/7 നിങ്ങൾക്ക് എന്താ പറയുക, റോഡ് സൈഡ് അസിസ്റ്റൻസ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 3 വർഷത്തേക്കുള്ള സർവീസും ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് MG നമ്മൾക്ക് തരുന്നത്. അതുമല്ല, ഇലക്ട്രിക് വാഹനത്തിന് ബാറ്ററി വാറണ്ടിയാണ് നമ്മളെല്ലാവരെയും എന്താ പറയുക അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. അതിശയിപ്പിക്കുന്നതല്ല, നമുക്കൊരു ടെൻഷനുള്ള ഒരു കാര്യം. കൃത്യമായും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഒരു പേടിയാണ്, ഈ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് എത്ര നാൾ വാറണ്ടി കിട്ടും. 8 വർഷമൊക്കെയാണ് നോർമൽ മാനുഫാക്ചേഴ്സ് വാറണ്ടി പറയുക. പക്ഷേ ഇവിടെ ലൈഫ് ടൈം വാറണ്ടിയാണ് ഇവർ പറയുന്നത്. അതെന്തായാലും തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒന്ന് പിടിച്ചു കുലുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു വാറണ്ടി. ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി വേറെ ആരും കൊടുക്കുന്നില്ല അല്ലേ. 1 വർഷത്തേക്ക് ഈ വാഹനം റീചാർജ് ചെയ്ത് നിങ്ങൾ ഓടിക്കുന്നതിന് വേണ്ടി, അതായത് ചാർജ് ചെയ്ത് നിങ്ങൾ ഓടിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പൈസ ചിലവൊന്നുമില്ല. ഈ ഹബ്ബ് ബൈ MGയിൽ അതുമായിട്ട് കണക്ട് ചെയ്തുള്ള ഏത് ചാർജിങ് സ്റ്റേഷനിൽ നിന്നും ആദ്യത്തെ 1 വർഷത്തേക്ക് നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈസയൊന്നുമില്ല എന്നുള്ളതും ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇതെല്ലാം നിങ്ങളൊരു ഫസ്റ്റ് ഓണർ ആണെങ്കിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. ഒരുപാട് പ്രത്യേകതകൾ ഈ വാഹനത്തിന് ഇത്തരത്തിൽ നമ്മൾ കിട്ടുന്നുണ്ട്. EV വാഹനങ്ങൾക്ക് ഉള്ള മറ്റൊരു പ്രശ്നം റീസെയിൽ വാല്യൂ പലരും പറഞ്ഞും കേട്ടും കാണാറുണ്ട്. പക്ഷേ ആദ്യത്തെ 3 വർഷത്തേക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് കേട്ടോ. ഇവർ ഈ വാഹനം നിങ്ങൾക്ക് നിങ്ങൾ ഈ വാഹനം റീസെയിൽ ചെയ്യുകയാണെങ്കിൽ 60% വരെ MG അഷ്വേർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഈ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ അത്രയും കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഈ വാഹനത്തിൻ്റെ ബാറ്ററി പാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ 38 കിലോ വാട്ടുള്ള ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിനകത്തിരിക്കുന്നത്. 136 PS പവറാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 200 Nm ടോർക്കാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. 331 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ചായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുമ്പേ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു, ഇതൊരു സെക്കൻഡ് കാറായിട്ടായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമാകുക എന്നുള്ള കാര്യം ഞാൻ അന്നേരം പറഞ്ഞിരുന്നു. കാരണം ഒരു 400-ലധികമുള്ള റേഞ്ചൊന്നും നമുക്ക് ഈ ഒരു വാഹനം തരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക്
സിറ്റി യൂസിനോ വളരെ ചെറുത് ഈ ഒരു യാത്രകളൊക്കെ 2-3 ജില്ലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഓടിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു വാഹനം സ്യൂട്ടാവുന്നത്. അതുപോലെ തന്നെ ഫ്ലീറ്റിൽ ഈ വാഹനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലീറ്റിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തായാലും ഈ ഒരു വാഹനം സൂപ്പറായിരിക്കും. പിന്നെ ഫ്ലീറ്റിൽ മാത്രമല്ല കേട്ടോ, അല്ലാതെയും ഒരു ഫാമിലിക്ക് കൃത്യമായിട്ടും ഈ ഒരു വാഹനം സ്യൂട്ട് തന്നെ ആയിരിക്കും. കാരണം ഇതിൻ്റെ ഉൾഭാഗത്തുള്ള സ്പേസും പിന്നെ ഇതിൻ്റെ ഒരു കംഫർട്ടിൻ്റെ കാര്യം പറയാറായിട്ടില്ല, അത് ഓടിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ കംഫർട്ട് എത്രത്തോളം ഉണ്ടാകുമെന്നൊക്കെ. എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇത്രത്തോളമാണ്. ഈ വാഹനം ആദ്യം കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.